ഓക്കെ, അപ്പം എൻഡോമെട്രിയൽ പോളിപ്പാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത് ഗൈനക്കിൽ കുവാസിൽ പണ്ട് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് 2021, പക്ഷേ ഇത് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ പോളിപ്പ് എന്നല്ലേ, അപ്പം എൻഡോമെട്രിയത്തിൻ്റെ ഒരു പോളിപ്പാണ്. അപ്പോൾ എൻഡോമെട്രിയത്തിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത്, പുറത്തോട്ടൊരു ഔട്ട് ഗ്രോത്ത് എൻഡോമെട്രിയൽ ക്യാവിറ്റിക്കകത്ത്. സോ യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത്, അതാണ് ഡെഫിനീഷൻ. ഈ എത്തിയോളജി എന്ന് പറയുമ്പോൾ ഏജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അസോസിയേറ്റഡ് വിത്ത് ടമോക്സിഫൻ യൂസ് എന്നും. ടമോക്സിഫൻ എവിടെയാണ് കൊടുക്കുന്നത്? ബ്രസ്റ്റ് ക്യാൻസറിൽ ഹോർമോണൽ തെറാപ്പി ആയിട്ട് 40 to 49 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള ലേഡീസാണ് പ്രസൻറ്റ് ചെയ്യാറ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: റീപ്രൊഡക്റ്റീവ് പെരിമെനോപോസൽ ഏജിലും വരും, പോസ്റ്റ് മെനോപോസലിലും വരും. റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നത്? ഒന്ന്, എന്തായാലും എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇറഗുലർ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടുത്തെ മേജർ പോയിന്റ് ആണ് 2 മെൻസ്ട്രൽ പീരീഡിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസിൽ, അതായത് ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. പോസ്റ്റ് മെനോപോസൽ ഏജ് ആണെങ്കിലോ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് വരാം. ഇൻവെസ്റ്റിഗേഷനിനകത്ത് ഇതിപ്പോൾ ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ അല്ലേ, അപ്പോൾ ആദ്യം തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. എന്തൊക്കെ റൂൾ ഔട്ട് ചെയ്യും? നമ്മൾ പ്രഗ്നൻസി UPT ചെയ്തിട്ട് റൂൾ ഔട്ട് ചെയ്യും. ബ്ലീഡ് ആവുമല്ലേ, അനീമിയ വരാമല്ലോ കൂടുതൽ ബ്ലീഡിങ് ആയാൽ, അപ്പോൾ CBC ചെയ്തിട്ടൊന്ന് അനീമിയ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യും. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ അതർ കോസസ്, വല്ല കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊയാഗുലേഷൻ പ്രൊഫൈലും ചെയ്ത് നോക്കും. ഇനി പോളിപ്പ് കാണണ്ടേ? പോളിപ്പ് എങ്ങനെയൊക്കെ കാണാം? ഒന്ന്, USG എടുക്കും വിത്ത് കളർ ഡോപ്ലർ. USG എടുക്കുമ്പം ഒരു നാരോ ബേസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു സാധനം, അതിൻ്റെ നടുക്കായിട്ട് ഇത് ഇങ്ങനൊരു വെസലുണ്ട്. ആ വെസലാണ് ഫീഡർ വെസൽ. ഓക്കെ, സോളിഡ് എൻഡോമെട്രിയൽ മാസ് അറൈസിങ് ഫ്രം എ നാരോ ബേസ് സിംഗിൾ ഫീഡർ വെസൽ. അപ്പോൾ ഇതും ഫൈബ്രോയിഡും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? ഫൈബ്രോയിഡിന് പെരിഫറിയിലാണ് ബ്ലഡ് വെസൽസ് ഉള്ളത്, പോളിപ്പിനോ നടുക്ക് ഒരു ഫീഡർ വെസലാണുള്ളത്. അത് ഡോപ്ലർ വഴി തിരിച്ചറിയാം. അപ്പോൾ USG ചെയ്തു. നമുക്ക് നേരിട്ടൊന്ന് കാണാൻ വേണ്ടി ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കും. ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കും എന്താ? വീണ്ടും ഇതുപോലെ തന്നെ നാരോ ബേസ്, സ്മൂത്താണ്, ഫ്ലഷിയാണ്, റെഡ് കളർ മാസാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നാരോ ബേസ്, സ്മൂത്താണ്, ഫ്ലഷിയാണ്, റെഡ് മാസാണ്. ഇനി നമുക്ക് ഹിസ്ട്രോസാൽഫിൻജോഗ്രഫിയും കൂടെ നോക്കാം. ഹിസ്ട്രോസാൽഫിൻജോഗ്രഫി ഒന്നുമില്ല, ഡൈ അടിച്ച് കയറ്റിയാൽ. അപ്പോൾ ഡൈ അടിച്ച് കയറ്റുമ്പോൾ എന്താ? ഇതിന് ഡൈ എടുക്കില്ല, അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള ഭാഗത്ത് ഡൈ കിട്ടും. അപ്പോൾ ഇവിടെ മാത്രം ഡൈ ഇരിക്കില്ല. അപ്പം അവിടെ ഒരു ഫില്ലിംഗ് ഡിഫക്റ്റ് വരും. ഇത് എവിടെയൊക്കെയാണ് വരുന്നത്? ഫൈബ്രോയിഡിലും ഈ ഫില്ലിംഗ് ഡിഫക്റ്റ് വരാം, പോളിപ്പിലും ഈ ഫില്ലിംഗ് ഡിഫക്റ്റ് വരാം. ഓക്കെ, ഇനി ബയോപ്സി, എൻഡോമെട്രിയൽ ബയോപ്സി ഒന്ന് എടുക്കാം. ഒന്ന്, നമുക്ക് പെരിമെനോപോസൽ ഏജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈപ്പർ പ്ലേസിയും കാർസിനോമയൊക്കെ സസ്പെക്ട് ചെയ്യുമെങ്കിൽ അതൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്തു, കൊയാഗുലേഷൻ ഡിസോർഡർ റൂൾ ഔട്ട് ചെയ്തു, അനീമിയ, എൻഡോമെട്രിയൽ കാർസിനോമ. എന്നിട്ട് നമ്മൾ നേരിട്ടൊന്ന് കാണുന്നു എന്തൊക്കെ വെച്ച്? USG, ഹിസ്ട്രോസ്കോപ്പി, ഹിസ്ട്രോസാൽഫിൻജോഗ്രഫി. മാനേജ്മെൻറ്റ് സ്മോൾ അസിംറ്റമാറ്റിക് ആണെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്താൽ മതി. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ടിപ്പിക്കൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് എഴുതി വെച്ചാൽ മതി. അത് എല്ലാ വീഡിയോസിനകത്തും പറയുന്നുണ്ട്, അതിൻ്റേതായ ഒരു സെപ്പറേറ്റ് വീഡിയോയും ഇറക്കുന്നുണ്ട്. ഓക്കെ, ബേസിക് സാധനങ്ങൾ ഏതൊക്കെയാണ് അതിനകത്ത്? നമ്മുടെ OCPs, പ്രൊജസ്ട്രോൺസ്, മെറീന, GN നാറച്ച് അഗോണിസ്റ്റ്, ആ ബേസിക് സാധനങ്ങൾ എഴുതി വെക്കുക. അതെല്ലാ വീഡിയോയ്ക്കതും പറയുന്നതാണ്. അത് പറഞ്ഞു പഠിച്ചോളൂ. ഇനി സർജിക്കലായിട്ട് എന്തുവാ? പോളിപ്പുണ്ട്, പോളിപ്പ് എടുത്ത് കളയുക. എങ്ങനെ എടുത്ത് കളയുക? ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ അത് വഴി അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ അതിൻ്റെ പേരെന്താ? ഹിസ്ട്രോസ്കോപ്പിക് പോളിപ്പെക്ടമി. ഓക്കെ, എടുത്തു കളഞ്ഞ പരിപാടി തീരുവോ? ഇല്ല. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ ഹിസ്റ്റോപത്തോളജിക്ക് വിടും. ഹിസ്റ്റോപത്തോളജി എടുത്തിട്ട് ബിനൈങ് ആണെങ്കിൽ കുഴപ്പമില്ല, ഫോളോ അപ്പ് ചെയ്തത് ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ. അറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരെ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ പ്രോട്ടോക്കോളിലേക്ക് വിടും. അത് വേറൊരു വീഡിയോ ആണ്. എൻഡോമെട്രിയൽ കാർസിനോമ ആണെങ്കിലോ എൻഡോമെട്രിയൽ കാർസിനോമ പ്രോട്ടോക്കോളിലേക്ക് വിടും. ആ വീഡിയോ ഇപ്പോൾ ഇറക്കാൻ പോകുന്നുണ്ട്. താങ്ക് യു.